നമസ്കാരം. കയ്യേറ്റങ്ങളും മാലിന്യം തള്ളൽ കാരണവും നീരൊഴുക്ക് തടസ്സപ്പെട്ട് നിർജീവാവസ്ഥയിലായ ഉത്തംപള്ളിയാറിന് ജീവൻ വെപ്പിക്കാൻ പൊതുജന പ്രക്ഷോഭം ഒരുങ്ങുന്നു. ആലപ്പുഴയിലെ ചെങ്ങന്നൂർ താലൂക്കിൽ അച്ചൻകോവിലാറിനെയും പമ്പാ നദിയെയും ബന്ധിപ്പിച്ച് വെൺമണി, ആല, ചെറിയനാട്, പുലിയൂർ, ബുധനൂർ പഞ്ചായത്തുകളിലൂടെ ഒഴുകി ഇല്ലിമലയിലെത്തി പമ്പാ നദിയിൽ ചേരുന്ന 18 കിലോമീറ്റർ നീളമുള്ള നദിയാണ് ഉത്തംപള്ളിയാറ്. തെളിനീരായി ഒഴുകിയിരുന്ന നദിയിൽ മാലിന്യം കുമിഞ്ഞുകൂടിയതിനാൽ വിഷജലമാണ് ഇപ്പോൾ ഒഴുകുന്നത്. ഒഴുക്കു നിരച്ച നദിയിൽ കക്കൂസ് മാലിന്യമടക്കം നിക്ഷേപിക്കുന്നുമുണ്ട്. നദിയെ രക്ഷിക്കാൻ കേരള കോൺഗ്രസ് ചെങ്ങന്നൂർ നിയോജകമണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഗണേഷ് പുലിയൂർ, സെക്രട്ടറി അനിൽ ബേബി, ട്രഷറർ വർഗീസ് തോമസ് എന്നിവർ അടങ്ങുന്ന നേതൃത്വമാണ് മുന്നോട്ട് വന്നത്. ഉത്തംപള്ളിയാറിന് തീരത്തുള്ളവർക്ക് ക്യാൻസർ, മഞ്ഞപ്പിത്തം, കരൾ രോഗം തുടങ്ങിയ രോഗങ്ങൾ പിടിപെട്ടു നിരവധി മരണങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കോളിഫോം ബാക്ടീരിയയുടെ അളവ് 4200 ആണെന്ന് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുമുണ്ട്. നദീ സംരക്ഷണത്തിന് സർക്കാർ തയ്യാറാകാത്തതിനെ തുടർന്ന് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും 2018 ഡിസംബർ മാസം തന്നെ അനുകൂലമായി വിധി പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. വിധി നടപ്പാക്കാത്തതിനെ തുടർന്ന് കോടതിയലക്ഷ്യത്തിന് കേസുമുണ്ടായിരുന്നു. 2022 ഫെബ്രുവരിയിൽ ഉത്തരപ്പള്ളിയാറ് നവീകരണത്തിനായി സർക്കാർ ഒരു ഉത്തരവും പുറപ്പെടുവിച്ചിരുന്നു. കയ്യേറ്റക്കാരുടെയും സർക്കാർ സ്വാധീനമുള്ള വ്യക്തികളുടെയും ഇടപെടൽ കാരണം നദിയുടെ നവീകരണം നടപ്പാക്കാത്തതിനെ തുടർന്ന് വീണ്ടും 2022 ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്തിരുന്നു. ഉത്തരപ്പള്ളിയാറിൻ്റെ നവീകരണത്തിന് അനാവശ്യ കാലതാമസം ഉണ്ടാകുന്നതിനെ തുടർന്ന് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി 17 അംഗങ്ങളുള്ള ഒരു വിദഗ്ധ കമ്മിറ്റിയെ നിയമിക്കുകയും കമ്മിറ്റി GPS സർവേയും സർവേ രേഖകളും പരിശോധിച്ച് നദി ഒഴുകിയിരുന്ന പ്രദേശത്തിൻ്റെ സർവേ നമ്പറുകളുടെ ഭൂപടവും റിപ്പോർട്ടും സർക്കാരിന് സമർപ്പിച്ചിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരി മാസം ജില്ലാ കളക്ടർ റിപ്പോർട്ടും രേഖകളും സത്യവാങ്മൂലവും കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. 2022 ഉത്തരവ് നടപ്പാക്കുകയോ ഉത്തരപ്പള്ളിയാറിൻ്റെ നവീകരണത്തിന് സർക്കാർ പുതിയ ഉത്തരവ് പുറപ്പെടുവിക്കുകയോ വേണമെന്നാണ് കേരള കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. ഉത്തരപ്പള്ളിയാറിൻ്റെ നവീകരണത്തിനായി ജനങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. നദിയെ രക്ഷിക്കുന്ന കാര്യമാണ്. നദിയെ രക്ഷിച്ചാൽ ദേശം തന്നെ രക്ഷപ്പെടും. എന്തായാലും ഈ ആവശ്യം ഉന്നയിപ്പിച്ച് നിലയുറപ്പിക്കാൻ തന്നെയാണ് കേരള കോൺഗ്രസ് നീക്കം.